ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്രീകാസ്തയുടെ മലയാളം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ തമ്പനയിൽ കണ്ടതുപോലെ ഒരു അടിപൊളി കാര്യമായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതേ ഗായ്സ്. ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പണ്ടൊക്കെ എനിക്കൊരു ഡൗട്ടാണ്. ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ നിറയെ ഡ്രസ്സസ് വാങ്ങിക്കാറുണ്ട്, നിറയെ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. ഇവരെങ്ങനെ ഈ ഇത്രയും കാശൊക്കെ കളഞ്ഞ് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വേസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ ഇവർ മാനേജ് ചെയ്ത് പോകുന്നു എന്നുള്ള ഒരു കാര്യത്തിൽ എനിക്ക് വലിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെ പോലെ തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആ സംഭവം ഒന്നുമല്ല ഗായ്സ്, അവരുടെ അടുത്തൊരു സീക്രട്ട് ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഉപയോഗിച്ചിട്ട് അവർ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ 60-80% വരെ അവർക്ക് ക്യാഷ് ബാക്ക് കിട്ടും. അങ്ങനെ ഒരു സീക്രട്ട് ആപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ഞാനിത് 100% യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതിന് റിസൾട്ട് കിട്ടിയതുകൊണ്ടും ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയതുകൊണ്ടും മാത്രമാണ് നമ്മുടെ ഫാമിലി ആയിട്ട് ഈ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യുന്നത്. യെസ് ഗൈസ്, നമ്മളിത് കാണാൻ പോകുന്നത് ക്യാഷ് കെരോ എന്ന് പറയുന്ന ഒരു ആപ്പിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ അല്ലെങ്കിൽ മിന്ത്ര ഇതുപോലെ 1500-ൽ കൂടുതൽ ആപ്സ് ആ ഒരു ക്യാഷ് കെരോ ആപ്പിൽ ഉണ്ട് കേട്ടോ. അപ്പൊ അതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക, അതുവഴി എങ്ങനെയാണ് ക്യാഷ് ബാക്ക് നേടുക എന്നുള്ളതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നുണ്ട്, സ്ക്രീൻ റെക്കോർഡ് സഹിതം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. ഇപ്പൊ തന്നെ ഒരു ലൈക്ക് ഇട്ടേക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിലൂടെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് മൈക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര ലൗഡായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ വൈകിക്കുന്നില്ല, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ചാനൽ അതായത് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനലിൽ എന്തായാലും വരിക. അപ്പൊ എന്തായാലും ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും വൈകിക്കുന്നില്ല, വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ക്യാഷ് കെയർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. പ്ലേ സ്റ്റോറിലോ ആപ്പിൾ സ്റ്റോറിലേക്ക് ഇത് അവൈലബിൾ ആണ്. ലിങ്ക് കിട്ടാത്തവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അതുവഴി കയറി ഡൗൺലോഡ് ചെയ്യുന്നവർക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് 50 rupees ക്യാഷ് ബാക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ക്യാഷ് കെയറിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഈ ഒരു രീതിക്കാണ്. ഇതിനകത്ത് ഒരുപാട് ആപ്സ് ഉണ്ട്. ആ ആപ്സ് വഴി നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്കിൻ്റെ ഡീറ്റെയിൽസും താഴെ കൊടുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സകല ആപ്പുകളും ഇവിടെ ഉണ്ട് കേട്ടോ. അജിയോ ഉണ്ട്, മീഷോ ഉണ്ട്, മിന്ത്ര ഉണ്ട്, ഡോട്ട് കീ ഉണ്ട്, ആമസോൺ ഉണ്ട്, അങ്ങനെ ഷോപ്സി, അങ്ങനെ ഒരുപാട് ആപ്സുകൾ കിട്ടും. അതിന് താഴെ തന്നെ നമുക്ക് അതിന് എത്ര രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടും കേട്ടോ. ആമസോൺ, മീഷോ, അജിയോ, മിന്ത്ര, ടെർമ, ഡോട്ട് കീ, ഷോപ്സി, അങ്ങനെ അതിന് താഴെ തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടാവും എത്ര പെർസെൻറ്റേജ് ആണ് ക്യാഷ് ബാക്ക് എന്നുള്ളത്. ചിലതിന് ക്യാഷ് ബാക്ക് ഉണ്ടാവില്ല, അത് നിങ്ങൾ നോക്കി വേണം പർച്ചേസ് ചെയ്യാൻ കേട്ടോ. എന്തായാലും നമ്മൾ അധികം യൂസ് ചെയ്യുന്നത് ആമസോണും ഫ്ലിപ്കാർട്ടും ആണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഇത് 6.50 ക്യാഷ് ബാക്കാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏൺ ക്യാഷ് ബാക്ക് ഓൺ ഫ്ലിപ്കാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് താഴെയായിട്ട്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൽ 3 ഈസി സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതിൽ ക്ലിക്ക് ബിലോ ടു വിസിറ്റ് ഫ്ലിപ്കാർട്ട്, നമ്മൾ വിസിറ്റ് ഫ്ലിപ്കാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് വേണം ഫ്ലിപ്കാർട്ടിലേക്ക് പോകാൻ. MT ഫ്ലിപ്കാർട്ട് കാർഡ് ദെൻ ഷോപ്പ് സെയിം ഓഫേഴ്സ്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഓൾറെഡി നമ്മൾ എന്തെങ്കിലുമൊക്കെ കാർട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ MT ചെയ്തിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ. ഗെറ്റ് റിവാർഡ്സ് ഇൻ യുവർ ക്യാഷ് കെയർ അക്കൗണ്ട് വിത്തിൻ 1 hour. നമ്മുടെ ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് 1 hour നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആ വിസിറ്റ് ഫ്ലിപ്കാർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് ക്യാഷ് കെയർ ത്രൂ നമുക്ക് ഫ്ലിപ്കാർട്ട് ആപ്പിലേക്ക്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലിപ്കാർട്ട് ആപ്പിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഞാനിതിന് മുമ്പേ കാർട്ടിൽ കുറച്ച് ഐറ്റംസ് കാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളത് റിമൂവ് ചെയ്ത് കൊടുക്കണം. കാരണം കാർട്ട് MT ആയിട്ട് നമ്മൾ ക്യാഷ് കെയർ ത്രൂ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുള്ള രീതിക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാർട്ട് MT ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കാർട്ട് MT ചെയ്തിട്ട് നോർമലി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കണക്കിന് നമ്മൾ പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ക്യാഷ് കെയറിൽ പോയിട്ട് നിങ്ങൾ ഫ്ലിപ്കാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പ്രോഡക്റ്റ് സെർച്ച് ചെയ്യണം കേട്ടോ. എനിക്ക് മുകളിൽ വരുന്ന മെസ്സേജ് ഞാൻ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ പേയ്മെൻറ്റ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിട്ടോ. അതിൻ്റെ കൺഫർമേഷനാണ് വരുന്നത്. എന്തായാലും ഈ കാണുന്ന ഫസ്റ്റ് ഐറ്റം തന്നെ ഞാൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കാണിച്ചു തരാം. സെറാമിക് വേസ് ആണ് കേട്ടോ. 124 രൂപയുടെ സെറാമിക് വേസ് ആണ്. അപ്പോൾ ഞാനിത് നോർമലി നമ്മൾ ഫ്ലിപ്കാർട്ടിൽ എങ്ങനെയാണോ പർച്ചേസ് ചെയ്യുന്നത് ആ ഒരു രീതിക്ക് തന്നെ കണ്ടിന്യൂ കൊടുത്തിട്ട് പർച്ചേസ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് കണ്ടിന്യൂ കൊടുക്കുക. നമുക്ക് ഇവിടെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട. പിന്നെ ചിലർക്കൊരു സംശയം ഉണ്ടാവും നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ റിട്ടേണും എക്സ്ചേഞ്ചൊക്കെ മാനേജ് ചെയ്യാമെന്ന്. നിങ്ങൾ നോർമലി ക്യാഷ് കെയർ ത്രൂ പർച്ചേസ് ചെയ്താലും നിങ്ങളുടെ ഫ്ലിപ്കാർട്ട് ആപ്പ് വഴി വന്നിട്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ചും അല്ലെങ്കിൽ റിട്ടേണും ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിലൊന്നും ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഞാനിത് ഗൂഗിൾ പേ വഴിയാണ് പേ ചെയ്യുന്നത്. നമ്മുടെ പേയ്മെൻറ്റ് നമ്മൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഓർഡർ പ്ലേസ് ആയിരുന്നു കേട്ടോ. ഓർഡർ പ്ലേസ് ആയി, ഇത്ര മാത്രമേ നമ്മൾ ക്യാഷ് കെയർ വഴി ചെയ്ത് കൊടുക്കുള്ളൂ കേട്ടോ. 1 hour കൊണ്ട് നമുക്ക് ക്യാഷ് ബാക്ക് നമ്മുടെ ക്യാഷ് കെയർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. നമ്മൾ നേരെ എക്സിറ്റ് അടിച്ച് ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ക്യാഷ് കെയർ ആപ്പിലേക്ക് തന്നെ വരും കേട്ടോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരികയാണെങ്കിൽ വീഡിയോ ലെങ്ത് ആവും. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മൈ ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും കേട്ടോ.
ഈ മൈ ഏർണിങ്സിലാണ് നമുക്ക് കിട്ടുന്ന ഏർണിങ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവുക. ഇടയ്ക്ക് ഇതുപോലെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വരും. നമുക്ക് പറ്റുന്നതാണെങ്കിൽ അപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്മിസ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ മൈ ഏർണിങ്സിൽ എനിക്ക് 117 രൂപ കാണിക്കുന്നുണ്ട്. താഴെയായിട്ട് റിക്വസ്റ്റ് ഫോർ പേയ്മെൻറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് പേയ്മെൻറ്റ് ക്രെഡിറ്റ് ചെയ്ത് ബാങ്കിലേക്ക് എടുത്തുകൊണ്ടാണ് എനിക്ക് അമർത്തി കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ക്യാഷ് ബാക്ക് നോട്ട് കൺഫേംഡ് എന്ന് കാണിക്കുന്നത്. അല്ലാത്തവർക്കാണെങ്കിൽ ഈ ഒരു റിക്വസ്റ്റ് ഫോർ പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും കൊടുക്കേണ്ട ഒരു ഡിസ്പ്ലേ ആണ് വരിക. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ അവൈലബിൾ ബാലൻസ് നിങ്ങൾക്ക് എത്രയാണ് ക്യാഷ് ബാക്ക് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ഒരു എമൗണ്ട് നിങ്ങൾക്ക് അപ്പം തന്നെ ക്രെഡിറ്റ് ആവും കേട്ടോ. എനിക്കിപ്പോൾ എന്തായാലും 67 രൂപ എനിക്കിപ്പോൾ ജസ്റ്റ് മുമ്പ് ക്രെഡിറ്റ് ആയതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കിപ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ക്രെഡിറ്റ് ആയ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. പേയ്മെൻറ്റ് ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതേ കണ്ടോ, ജൂലൈ 21 എനിക്ക് തൊട്ട് മുമ്പ് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇത് എമൗണ്ട് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇൻഫർമേഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ഫ്ലിപ്കാർട്ട് ത്രൂ ആണ് എനിക്ക് ക്യാഷ് ബാക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. നമ്മൾ മുമ്പ് പർച്ചേസ് ചെയ്തതിൻ്റെ 1 അവർ കൊണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും കേട്ടോ. അതാണ് 126 രൂപ ക്രെഡിറ്റ് ആയി പോയതിൻ്റെ ഉണ്ട്. 67 രൂപ എനിക്ക് കയറിയതിൻ്റെ മെസ്സേജും കാണിക്കുന്നുണ്ട് കേട്ടോ. ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്